السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലുള്ള സഹോദര സഹോദരിമാർ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി നമ്മെ അറിയിച്ചവർ, നിങ്ങൾക്കെല്ലാവർക്കും സുഖവും റാഹത്തും സന്തോഷമാണെന്ന് കരുതുന്നു. അതിനുവേണ്ടി ഖാലിക്കായ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മഹാനായ സീം വലിയുള്ളാഹിയുടെ ആണ്ടിൻ്റെ മാസമാണ്. മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് നാം കടക്കുന്നത്. എല്ലാവരും സീം വലിയുള്ളാഹിൻ്റെ മേലിൽ യാസീനും ഫാത്തിഹയും ചെറിയ മൗലിദുകളൊക്കെ ഓദിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു ഹദീസെങ്കിലും സീം വലിയുള്ളാഹിൻ്റെ മേലുള്ള മൗലിദ് ഓതി മഹാനവരുടെ തവസ്സുലാക്കി ഖാലിക്കായ റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരുപാട് മൗലിദുകൾ ഓതിയിട്ടുണ്ട്, അതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. മഹാനായ സീം വലിയുള്ളാഹിയുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. മുത്തുനബിയുടെ മേലിൽ ചെല്ലിയ സ്വലാത്തുകൾ മുഴുവനും അള്ളാഹു കബൂലാക്കട്ടെ. മുത്തുനബിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവിടുത്തെ റഹ്മത്ത് കൊണ്ടുള്ള നോട്ടവും അള്ളാഹു നമുക്കും കുടുംബത്തിനും ഓശാരമായി നൽകുമാറാവട്ടെ. ഇന്ന് പെട്ടെന്ന് ഒരുപാട് പരിപാടിയുള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത ഞായറാഴ്ച ഉച്ചക്കാണ് വീട്ടിൽ സീം വലിയുള്ളാഹിയുടെ ആണ്ട് നടക്കുന്നത്. ഈ ഗ്രൂപ്പുകളിലുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും ഉച്ചക്കാണ് 11 മണിക്ക് ഇൻഷാ അള്ളാഹ് മൗലിദ് തുടങ്ങും. UK അബ്ദുൽ മജീദ് മുസ്ലിയാരാണ് ദുആക്ക് നേതൃത്വം. എല്ലാവരും കഴിയുന്നവരൊക്കെ അവിടെ എത്തിപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാവത്തങ്ങൾ നാളെ ഏർവാടി പോകണമെന്ന് കരുതിയിരുന്നു. ചില സാങ്കേതിക തകരാറുകളും വരാമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ എന്തോ അത്യാവശ്യമായി മാറേണ്ടത് കൊണ്ട് ക്യാൻസൽ ചെയ്തത് കൊണ്ടും യാത്ര അടുത്ത് തന്നെ ഈ മാസം തന്നെ ഒരു യാത്ര ഉണ്ടാകും. മറ്റാരും ബുക്ക് ചെയ്തവരൊന്നും ബേജാറാവണ്ട. ഇൻഷാ അള്ളാഹു നടത്താൻ തങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ യാത്രയിലും അതുപോലെ വലിയ പെരുന്നാളിന് ശേഷം അജ്മീറിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒരു മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും ആലോചിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് കാശ് കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് അത് സീറ്റ് ഉറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാജ തങ്ങളുടെ അടുത്തെത്താനും നമ്മുടെ വേവലാതി ഖാജ തങ്ങളോട് പറയാനും മഹാനവരുടെ കുരുത്തവും പൊരുത്തമൊക്കെ വാങ്ങാനും എല്ലാവിധ ഷറുകളിൽ നിന്നും കാവൽ തേടാനും മഹാന്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് മൗലിദുകൾ സലാത്തുകൾ ദിക്റുകളൊക്കെ ചെല്ലാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ 2 യാത്രയും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കട്ടെ. മുത്തുനബിയോടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഫാത്തിഹ ഓതി പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച സൗകര്യം പോലെ നമുക്ക് ലൈവായിട്ട് തന്നെ ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാവത്തങ്ങൾ അതുപോലെ മറ്റ് ബന്ധപ്പെട്ട പലവരും പല ആഗ്രഹങ്ങളുമുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അത് ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട ഭാര്യമാരൊക്കെ രോഗങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. സ്വലാത്ത് ചൊല്ലിയവരുടെ മുറാദ് എന്താണോ അതൊക്കെ അള്ളാഹു മുത്തുനബിയെ കൊണ്ട് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഭാവത്തങ്ങളെ ചെറിയൊരു ഉപദേശം ഉണ്ടാകും. ഇതിൻ്റെ ശേഷവും മുന്നോ ഉണ്ടാകും. ഇൻഷാ അള്ളാഹ് ഭാവത്തങ്ങളോട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കടം വീടാൻ വേണ്ടി ദുആ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാമായ ഷാഫി, അതുപോലെ അവൻ്റെ കൈക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. അല്ലാഹു തആല അവൻ്റെ രോഗം മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ മക്കളില്ലാത്തവർക്ക് നമ്മൾ മക്കളുണ്ടാകുമെന്ന് വാക്ക് കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് മക്കളുണ്ടാവണം. അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഇലാ ഹളറത്ത് നബീന ഷഫീന വഹാദീന വഖുറത്ത അയ്ന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين وأهل الخير كلهم أجمعين ولا آبائنا وأمهاتنا وأجدادنا ولمن ماتوا منا ولمن مات في أقاربنا وإلى حضرات جميع المؤمنين والمؤمنات المسلمين والمسلمات كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار. بسم الله الرحمن الرحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. അല്ലാഹു കബൂലാക്കട്ടെ. റസൂലുള്ളാഹിനെ നമുക്ക് ഒരു മേഖലയിൽ ഒഴിവാക്കാൻ പറ്റാത്തതിന് മാത്രം ബർക്കത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞത്. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളെ ദുആക്ക് ഇജാബത്തിനുള്ള കാരണമാക്കി അല്ലാഹു അത് നമ്മിൽ നിന്ന് ഏറ്റെടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الذي علم علينا بالإيمان وهدانا إلى دين الإسلام حمدا طيبا كثيرا مباركا على كل حال. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وأصحاب سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرى وتقضى به الحوائج وتنال به الرغائب وصل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. രാജസയ്യിദായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ സ്വലാത്തുകൾ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ ഗ്രൂപ്പുകളിൽ കൂടെ എന്തൊക്കെയാണോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തത് അത് മുഴുവനും സാധുക്കളായ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. കബൂലാക്കിയതിന് ശേഷം റഹ്മത്തുൽ ലിൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് വസീലത്ത് വൽ ഫദീലത്ത് മഖാമം മഹ്മൂദൊക്കെ നൽകിയതാണല്ലോ അല്ലാഹ്. ലോകത്തുള്ള സകല അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അഖ്താബീങ്ങൾ അഖയാതീങ്ങൾ നുജവായികൾ സകല മഹാന്മാർ അസ്ഹാബുൽ ബദരീങ്ങൾ ഉഹദീങ്ങൾ ഖദ്ദഖീങ്ങൾ ഔലാദ് റസൂലില്ലാഹി അസ്വാജ് റസൂലില്ലാഹി ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ബദരീങ്ങൾ ഖൗസുൽ ഉഹദീങ്ങൾ ഖദ്ദഖീങ്ങൾ സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ ഖറാർ തങ്ങൾ സി.എം. വലിയുള്ളാഹി പോലാത്ത മഹാന്മാരെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദറജകൾ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മഹാന്മാരെ മുഴുവനും തവസ്സുലാക്കി ഖാലിഖായ റബ്ബിനോട് ഞങ്ങൾ യാചിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ്, പാവികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ റബ്ബിനോട് ധിക്കാരപരമായി വല്ലാതെ പ്രവർത്തിച്ചു പോയ ഞങ്ങളെ ശരീരങ്ങളെ ആക്രമിച്ച ളാലിമീങ്ങളാണ്.
മാസമാണ്. ഖാലിക്കായ റബ്ബാകുന്ന അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ മുഴുവനും ഈ സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസിലെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അഫ്വ് ചെയ്യണേ അല്ലാ, മാഫാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദോഷം കൊണ്ട് ഞങ്ങളെ ഖായിബാക്കി മടക്കരുതേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അത് മുഴുവനും റിക്കാർഡാക്കിപ്പെട്ട റിക്കാർഡുകളിൽ എഴുതപ്പെട്ടത് മാച്ചു കളയാൻ ഒരാൾക്കും അധികാരമില്ലാത്ത, മാച്ചു കളയാൻ അധികാരമുള്ള മാലിക്കുൽ മുലൂക്കായ അവിടുത്തെ റഹ്മത്ത് കൊണ്ട് അത് മാച്ചു കളയണേ അല്ലാ. പകരം ഞങ്ങൾ ചൊല്ലിയ ഓരോ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹസനാത്തുകൾ കൂട്ടിച്ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, പലവരും ഉമ്മമാര് ആണ്ടുകളും മറ്റൊക്കെ നടക്കുന്ന മാസമാണ്. അവരെയൊക്കെ ഖബറിലേക്ക് നിന്റെ മിഥുന സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ അഹിലുകാരാക്കണേ അല്ലാ. നരകം അവർക്കും ഞങ്ങൾക്കും ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വലാത്ത് ചൊല്ലിയ സന്ദർഭത്തിൽ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അവരെ മനസ്സിലുള്ളത് അത് മുഴുവനും അറിയുന്ന അല്ലാ. ഖൈറായ സകല മുറാദുകളും ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. റബ്ബേ, ആരുടെ മനസ്സിൽ എന്തൊക്കെ നേർന്ന പട്ടങ്ങളാണോ ഉള്ളത് അത് മുഴുവനും അറിയുന്ന അല്ലാ. അവിടുത്തെ ഹബീബിന്റെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് മുഴുവനും റാഹത്താക്കി കൊടുക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. ഒരാളെയും ഒരു മേഖലയിലും പരാജയപ്പെടുത്തരുതേ അല്ലാ. ഞങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ഖൈറായ മുറാദുകൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് റാഹത്താക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ആരെ മുമ്പിലും അയിബാക്കരുതേ അല്ലാ, കുറവാക്കരുതേ അല്ലാ, വഷളാക്കരുതേ അല്ലാ. അല്ലാഹുവേ, രോഗം കൊണ്ട് വിഷമിക്കുന്നവരെ വേവരാതി പറഞ്ഞവരുണ്ട് അല്ലാ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. കൈയിന്റെ രോഗം മാറാൻ വേണ്ടി പറഞ്ഞവർക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. അതുപോലെ അറ്റാക്ക്, ബ്ലോക്ക്, വെയിൻ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. പ്രഷറിൽ നിന്ന്, ഷുഗറിൽ നിന്ന്, കൊളസ്ട്രോളിൽ നിന്ന്, അൾസറിൽ നിന്ന്, അതുപോലത്തെ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന സകല രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ ഗ്രൂപ്പിലുള്ള സകല മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അവരെ കുടുംബക്കാരെയും അഹ്ലുകാർ ബന്ധപ്പെട്ടവരെയും ഒക്കെ മുത്ത് നബിയുടെ ഹക്ക് കൊണ്ട്, സിയം വലിയുള്ളാന്റെ ബർക്കത്ത് കൊണ്ട്, ലോകത്തുള്ള സകല അംബിയാ ഉലിയാക്കന്മാരെ ബർക്കത്ത് കൊണ്ട് അവരെ കാക്കണേ അല്ലാ. രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ബ്ലോക്ക് കൊണ്ട് പൊറുതിമുട്ടി ഐസിയിലും മറ്റുമൊക്കെ ആയി കിടക്കുന്നവരുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഒരു നരമ്പിന് പോലും ബ്ലോക്ക് നൽകരുതേ അല്ലാ. വല്ല സമയങ്ങളിലും ബ്ലോക്ക് വന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നൂറ് കൊണ്ട് അത് നീക്കി തരണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. റബ്ബേ, മാരകമായ ഒരു രോഗമുണ്ടെന്ന് ഞങ്ങളെയോ ഞങ്ങളെ ഗ്രൂപ്പിലുള്ളതോ സഹോദര സഹോദരിമാരെയോ മുത്തുനബിയുടെ വലിയ സ്വലാത്ത് ചെല്ലുന്നവരെയോ പരീക്ഷിക്കരുതേ അല്ലാ. ക്യാൻസറിനേക്കാളും വലിയ മാരകമായ പല രോഗങ്ങളും വരാനിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്കും ഞങ്ങൾക്കും മോചനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിദേശത്തും സ്വദേശത്തും ഒക്കെ കഷ്ടപ്പെടുന്ന ഞങ്ങളെ ബന്ധപ്പെട്ടവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അതുപോലെ വിദേശത്തേക്ക് യാത്ര പോകാൻ അടുത്ത വ്യാഴാഴ്ച പോകുന്ന ഞങ്ങളെ കൂട്ടുകാരൻ, അവർക്കൊക്കെ ഖൈറായ ജോലികൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയുള്ളവർക്ക് അതിൽ ഖൈറും ബർക്കത്തും മാറ്റിക്കൊടുക്കണേ അല്ലാ. മറ്റ് പ്രയാസങ്ങളുള്ളവർക്ക് നിക്കാമിന്റെ പ്രശ്നം, അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാക്കണേ അല്ലാ.
നിരപരാധികളായി എവിടെയെങ്കിലും ജയിലുകളിലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ. റബ്ബേ, ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് വിസിറ്റിങ്ങിനും മറ്റുമൊക്കെ പോയ പല പ്രവർത്തകരുമുണ്ട്. അവർക്കൊക്കെ ലായിക്കായ ജോലികൾ എത്തിച്ചു കൊടുക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള സാഹചര്യം നൽകണേ അല്ലാ, അതിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ, മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ കെട്ടിച്ചേക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് റബ്ബാകുന്ന അവിടുത്തെ ഖജനാവിൽ നിന്ന് അവരെ സഹായിക്കണേ അല്ലാ. പെൺമക്കൾ നൽകി എന്നതുകൊണ്ട് മറ്റുള്ളവരെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ അവർക്കോ ഞങ്ങൾക്കോ നൽകരുതേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. മക്കളുമുണ്ടാകുമെന്ന് ഞങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞു പോയവർക്ക് സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, റഹ്മത്തിന്റെ കൽബാക്കണേ അല്ലാ, ശുക്ർ ചെയ്യുന്ന ദിക്ർ ചെല്ലുന്ന കൽബിന്റെ ഉടമകളാക്കണേ അല്ലാ. ഖാലിഖായ റബ്ബിനെ പേടിച്ച് കരയാൻ ഭാഗ്യമുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ ഈമാനിന് കാവൽ നൽകണേ അല്ലാ. ഒരു സെക്കൻഡ് പോലും അവരുടെ ഞങ്ങളെ ഈമാനുകൾ എടുത്തു കളയരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ദീനില്ല മക്കളാക്കണേ അല്ലാ. ഇൽമു പഠിക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞയച്ച മക്കളെ ഉഖ്റവിയായ ആലിമീങ്ങളും പണ്ഡിതന്മാരും ദീനിന്റെ ഖാദിമീങ്ങളുമായി അവരെ തിരിച്ചയക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾ വൈകേട തരത്തിലേക്കും വേണ്ടാ തരത്തിലേക്കും പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് റബ്ബാകുന്ന അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് കാവല് നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. റബ്ബേ, ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ സയ്യിദന്മാരോട് പറഞ്ഞത് അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ, റാഹത്താക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. ആരെയും ഞങ്ങളെ മുമ്പിൽ അയ്ബാക്കരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവർക്കോ അവരുമായി ബന്ധപ്പെട്ടവർക്കോ വല്ല സിഹറുകളും ഉണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് അത് മുഴുവനും ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറ് ബാത്തിലാക്കണേ അല്ലാ, നാക്കൂന് ബാത്തിലാക്കണേ അല്ലാ, പിശാചിന്റെ അടങ്ങാറുകൾ ബാത്തിലാക്കണേ അല്ലാ. സകല ബലാഹുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും സായിറന്മാർ സിഹറുകളിൽ നിന്നും അവരെയും ഞങ്ങളൊക്കെ കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. ചതിയന്മാർ ഞങ്ങൾക്ക് വേണ്ടി കുഴിച്ചു വെച്ച കുഴിയിൽ അവരെ തന്നെ അകപ്പെടുത്തണേ അല്ലാ. അവർ കണിച്ചു വെച്ച കണിയിൽ അവരെ തന്നെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് കാവൽ നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. റബ്ബേ, ഒരാളെയും ഖായിബാക്കി മടക്കരുതേ അല്ലാ. ഞങ്ങളെ ഗ്രൂപ്പുകളിലുള്ള പലവരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചവരുണ്ട്, അവർക്ക് ഖൈറായ യാത്രയാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷാക്കണേ അല്ലാ. അവരെ എല്ലാ പ്രവർത്തനങ്ങളിലും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങി തീർക്കാൻ ആഗ്രഹിച്ചവർക്ക് എത്രയും പെട്ടെന്ന് അത് തീർക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഖായിമാക്കി മടക്കറ തരം നൽകുന്ന ഇജാബത്ത് നൽകുന്ന കബൂലിയത്ത് നൽകുന്നതാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളെ അഹ്ലെ അഹ്ബാബീങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാര് രോഗികളാണ്, അവർക്ക് ശിഫ നൽകണേ അല്ലാ, അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അവരൊക്കെ ഞങ്ങളെ മക്കളെ പോറ്റി വളർത്താൻ കഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങളെ ഭാര്യമാര് ഒരു സെക്കൻഡ് പോലും കഷ്ടപ്പെടുത്തരുതേ അല്ലാ. ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകണേ അല്ലാ. റബ്ബേ, ഈ ദിവസത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ.
കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ദ്വാല ഖായിബാക്കി മടക്കരുതേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി ഇന്നും സഹായിച്ച പലവരുമുണ്ട്. അവരെ സഹായങ്ങളൊക്കെ കബൂലാക്കണേ അല്ലാ. ആരൊക്കെ ഒരു രൂപ മുതൽ ആയിരക്കണക്കിന് രൂപകൾ തന്നിട്ടുണ്ടോ അവർക്കൊക്കെ അത് കബൂലാക്കി അർഹിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും സ്വർഗത്തിൽ നൽകി ആദരിക്കണേ അല്ലാ. അവരെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് എത്തിച്ചു കൊടുത്ത് അവരെ ഖബർ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. അവരെ ഞങ്ങളൊക്കെ സ്വർഗത്തിന്റെ അഹിലാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. اللهم لا تردنا أيدينا ولا سؤالنا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين ويا مالك الملك على الجلال والإكرام. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء. എല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ സിയാറത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും വിജയിപ്പിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും.